എൻ്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. ഇതാണ് ഫാർട്ട് സ്പ്രേ. ഇതൊരു അത്ഭുത സ്പ്രേയാ. 2 ദിവസം കൂടെ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ. 25-ാം തീയതി എന്തോന്ന് RBI നിയന്ത്രണ ബാങ്ക് അവധി. അവധിയും കൂടെ. നാളെ ആയില്ലേ കിടക്കുന്ന. നാളെ എന്റെ 27-ന് അതെന്റെ എന്റെ നാളില്ലേ ഇതില്. നിനക്ക് അടുത്ത മാസത്തിലാണ് ഇതിൽ വരുന്ന നാള്. ഈ മേടത്തില് നിന്റെ നാളെ ഞാൻ നോക്കി. എന്റെ സാധാരണ എന്റെ 25-ാം തീയതി പൂരാടം വരുന്നതാ. അപ്പൊ അതില്ല, നാളെ അതിന് മുമ്പേ വരുന്നത്. അപ്പൊ അതിന് അടുത്ത മാസം ആഘോഷിക്കാം. ആഘോഷം എന്തോന്ന്, നമുക്ക് വലിയ ആഘോഷമൊന്നുമില്ല. നമ്മള് മെയില് വരുന്ന മേടമാസമാണിത്. മേടം പൂരൂരു. മെയിലാ വരുന്നത് നാള്. ഓ, എന്റെ അടുത്ത മാസത്തോട്ട് ആക്കി കേട്ടോ അവര്. ഓ, അന്ന് ഇവര് മറ്റേ ബാങ്ക് അവധിയും കൂടെ കൊണ്ടുവച്ചോണ്ടേ എന്റെ നാളും മാറ്റി ബാങ്ക് അവധി അവിടെ ആക്കി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും 2 ദിവസം കഴിയുമ്പോ അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ടോ ഗൈസ്. അപ്പം അതൊക്കെയാണ് വിശേഷം. അങ്ങനെ നമുക്ക് 26, നമുക്കല്ല എനിക്ക് 26 വയസ്സാവുകയാണ്. പ്രായങ്ങളൊക്കെ അങ്ങ് ഒത്തിരി പോകുന്ന കേട്ടാ. ഇപ്പൊ പഴയ കണക്ക് ആ ഒരു പ്രസരിപ്പൊന്നുമില്ല. ബർത്ത്ഡേ എന്ന് പറയുമ്പോ ഒരു നേരം പറയുമ്പോ ഭയങ്കര ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ നല്ല ബീഫ് കറി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, കിഴങ്ങ് കറി കേട്ടോ. ബീഫ് ഇത് മെനങ്ങാത്തല്ലേമാ. ഈ ബീഫ് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും പിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ കാര്യമല്ല, ഇപ്പൊ ട്രിവാൻഡ്രത്ര വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട്. നമുക്കൊരു ദിവസം പോവാം, കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. ഹേ ഗൈസ്, നമുക്ക് അമ്മയ്ക്ക് ചെറിയ പണി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. ഇതാണ് ഫാർട്ട് സ്പ്രേ, വളി സ്പ്രേ. വെള്ള കളറിലൊക്കെ ഇതുവരെ ഞാൻ സ്പ്രേ ചെയ്ത് നോക്കിയില്ല. മണം എന്തോന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കണം. ഇപ്പം കാറിലല്ലേ, പോകത്തില്ല ചിലപ്പോൾ. ഇപ്പം ഇതിൻ്റെ സ്മെല്ല് എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചോട്ടെ. ഒരു 450 രൂപ കണ്ട് വിലയുണ്ട് ഈ സാധനത്തിന്. ചെറിയ കുപ്പി വളിക്ക് 450 രൂപ വരെ. പക്ഷെ ഇതിലെന്താണ് വെള്ള നിറമെന്നാണ് അറിയാൻ വയ്യാത്ത. വളി വെള്ള കളറാണ്. എങ്ങനെ അടിച്ചു കൊടുക്കും? ഡയറക്റ്റ് കൊണ്ട് സ്പ്രേ അടിക്കുന്ന അങ്ങ് അടിക്കട്ടെ. അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കല്ലേ. ഇത് വളിയല്ല കേട്ടോ, വേറെന്തോ ഒരു മണം. ഇതെന്തായാലും നമുക്ക് പോയിട്ട് അമ്മയെടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം. എന്തോ ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, റിയാക്ഷൻ എങ്ങനെ ഉണ്ടോ നോക്കാം. മേഡം, വളി സ്പ്രേ സുഗന്ധം പറക്കട്ടെ. എന്തി ഞാൻ വേറൊരു സാധനം തരാം. വളി വിട്ടാ നിങ്ങള്. ഞാൻ ഒരു സാധനം തരാം. അമ്മ ഇങ്ങോട്ട് വന്നാണ്. സർപ്രൈസ്. വാ ഇങ്ങോട്ട്, ഞാൻ ഞെട്ടിക്കും അമ്മ. സ്പ്രേ ഞാൻ അത് അടിച്ചു തരാം. സ്പ്രേയാ, കൈ കാണിക്ക്. അലർജി ഉള്ള സാധനമൊക്കെ ഒരു 10-450 രൂപ വിലയുള്ള സാധനം. ചെറിയ കുപ്പിയാണെങ്കിൽ വിലയുള്ളതാ ഇത് കേട്ടാ. പ്രമോഷനൊന്നും അല്ല, ഇതൊക്കെ അല്ലാതെ. ഇത് ഗിഫ്റ്റാ, അമ്മയ്ക്ക് മേടിച്ചതാ. ഞാൻ മണത്ത് നോക്കിയില്ല. പാല് വെള്ള കളർ, അതൊക്കെ തുണിയിലടിച്ച കറയാവൂലേ. തുണി കയ്യിലടിക്കാം. നിനക്കെന്ത് ഇത് കുഴപ്പമുള്ളതാണോ? കുഴപ്പമുള്ളതൊന്നും അല്ല. ഇത് മണത്തിനടിക്കുന്നത്. നീ അടിച്ച? ഞാൻ അടിച്ചില്ല. നീ അടിച്ച് മണപ്പിച്ചു നോക്ക്. അമ്മ അടിച്ച് മണപ്പിച്ചു നോക്ക് ആദ്യം. മണപ്പിക്കുന്ന തന്നെ അടിച്ചാ പോരെ മണം. പിന്നെ സ്പ്രേ പിന്നെ അടിച്ചിട്ട് മണപ്പിക്കാനുള്ളതല്ലേ. കയ്യിലടിച്ചു, ചിലപ്പോ അലർജി നമുക്ക് അമ്മയ്ക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. കയ്യിലടിച്ച അത് കയ്യിലടിക്കട്ടെ. വെള്ളയിലാണോ അടിക്കുന്നത്? കൈ വെള്ളയിൽ അടിച്ചു നോക്ക്. ബോഡിയിലല്ലേ? കൈ വെള്ള ബോഡി അല്ലല്ലോ, ഇതല്ലേ ബോഡി. അമ്മ ഇത് കയ്യിലടിച്ചിട്ട് അമ്മ മണത്ത് നോക്ക്. ഇവിടെ അടിക്കണം അമ്മയ്ക്ക്. വേണ്ട, വെള്ളയിലടിച്ചാൽ മതി. ചിലപ്പോ പുറത്ത് ഇതങ്ങനെ വന്നാ കയ്യിലൊക്കെ അലർജി അങ്ങനെ വന്നാലും എന്തോ. നീ അടിച്ചു നോക്കിയോ? ഞാൻ അടിച്ചില്ല, അമ്മയ്ക്ക് ഫസ്റ്റ് അടിക്കട്ടെ. മണത്തൊക്കെ ഇത് എന്തിന് വാടാ? എന്തിന്റെ വാടാ? വെടിമരുന്നിന്റെ. വെറും വൃത്തിയാണ് കേട്ടോ. അത് ഇതൊക്കെ വല്ല രോഗം പിടിക്കും. എന്തോ ഇത്? ഫാർട്ട് സ്പ്രേ, വളി സ്പ്രേ ആയത്. അയ്യേ, ആണ് വളി സ്പ്രേ. അതാ ഒരു തീട്ടത്തിന്റെ സ്മെല്ല്. അടിക്കട്ടാ.
ഇതാണോ ഇല്ലല്ലോ അവര് വായു ഗ്യാസ് വെച്ചുണ്ടാക്കിയ സാധനമാണോ? മറ്റേ പെണ്ണുമ്പുള്ള വളിക്കുപ്പി അതല്ല, ഇത് വേറെ ഫോറും വളിയാന്ന് തോന്നുന്നു. അതൊന്ന് വെള്ള നിറം. ഇത് ഭയങ്കര സ്മെല്ല് കേട്ടാ, വെറും വൃത്തിയുടെ സാധനം. ഇനി അച്ഛൻ വരുമ്പോ കൊടുക്കാം നമുക്ക്. നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന്? അതിലും നല്ലത് ഇവിടുത്തെ ബാത്റൂമിലെ വെള്ളമല്ലായിരുന്നു. ആണല്ലേ? ഇത് വെറും വൃത്തിയിട്ടതേട്ടാ. ഇത് എത്ര ഇത്? 450 രൂപ. ഇത് സ്പ്രേ ആണെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണോ? അല്ല, ഇതായിട്ട് മേടിച്ചതാ. വളിക്കുപ്പി എന്ന് പറഞ്ഞ് കണ്ടപ്പോ മേടിച്ചതാ ഇത്. വളി സ്പ്രേ. ദൈവമേ, എവിടെങ്ങാണ്ട് കിടന്ന് ആർക്കല്ലേ വയറ്റില്. ഇതല്ല ഇത് ഉണ്ടാക്കുന്നതാ അമ്മ. ഈ സ്മെല്ല് ഉണ്ടാക്കിയെടുത്തതാ. അല്ലാതെ ഇത് വേറെ കക്കൂസുരിയിൽ നിന്ന് എടുത്തോണ്ടല്ല. ഇത് എന്താണ് തോന്നുന്ന? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മൂക്കിന് എന്തിനുള്ള. ഇനി അച്ഛൻ വരുമ്പോ കൊടുക്കാൻ കേട്ടോ നമുക്ക്. ഇത് ഭയങ്കര സ്മെല്ല് കേട്ടോ, സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ട്. വേസ്റ്റ് അഴിയാലും ഇത്രയും പാടില്ല. കറക്റ്റ് വളി തന്നെയല്ലേ? വളിയല്ല, അതുക്ക് മേലെ. ഈ വളി ഇതിന്റെ ഏഴയിൽ വരത്തില്ല. ഇത് അതുക്ക് മേലെയുള്ള സാധനമാണ്. നിനക്ക് സത്യം പറഞ്ഞ വയ്യ. അച്ഛൻ ഇരിക്കുമ്പോഴേ അച്ഛൻ്റെ ദേഹത്ത് അടിച്ചു കൊടുക്കണം. നമുക്ക് ചുറ്റിനും ഇങ്ങനെ അടിക്കാം. അപ്പൊ അച്ഛൻ്റെ സുഖത്വം വരുമല്ലേ. എന്നിട്ടപ്പോൾ പറയാം അച്ഛൻ വളി കിട്ടുമെന്ന് പറയാൻ പറ്റും. ഇവരാ കെടുമ്പ് വാട വരുന്നു കേട്ടോ ഇവർക്ക്. അത് പോയൊന്നുമില്ല. ഹേ ഗൈസ്, അപ്പം അച്ഛൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? പണിയൊക്കെ ഉണ്ട്? എങ്ങനെയൊക്കെ പണിയൊക്കെ ഉണ്ട്. ജോലി ഇപ്പൊ ഉണ്ടാ? ജോലി കുറവായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അമ്മ ആമമോതിരി ഇട്ടതിന് ശേഷം അച്ഛന് പണി അങ്ങ് പോയായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, അമ്മ വർക്കായി വരുന്നുണ്ട്. അപ്പൊ അതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാനൊരു സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു അത്തർ പോലത്തെ ഒരു മണമുള്ള സ്പ്രേ ആണ്. ഈ ഷെയ്ക്കുമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അത്തറാണ് ഇത്. നല്ല വിലയുള്ള സാധനമാണ്. അതാണ് വേണ്ട ഈ വെള്ള നിറം. അവർക്ക് എപ്പോഴും വെള്ള ജുബ്ബ, വെള്ള തൊപ്പി അങ്ങനല്ലേ. അപ്പൊ അവരുടെ ഒരു ഇത് വേണ്ടിട്ട് അവർ വെള്ള കളറിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പുറത്തുനിന്ന് എക്സ്പോർട്ടിങ് ഐറ്റം. പിന്നെ മണം എന്ന് പറയുന്നത് അത്രയും ഇല്ല, നമ്മൾ ഇതുവരെ ശ്വസിക്കാത്ത ഒരു സൈസ് സ്മെല്ലാണിത്. ചുരുക്കം പറഞ്ഞാൽ ഫോക്ക. അതല്ല, ഭയങ്കര സൂപ്പർ സ്മെല്ലാണിത്. അങ്ങനെ അങ്ങനെ. അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്ത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാ? സൂപ്പർ ആയിരുന്നു. അച്ഛനോട് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലേ? ഇല്ല വേണ്ട, പടമൊക്കെ ഉണ്ട്. അതാ ഞാൻ ഇതിനകത്ത് അടിച്ചു തരാം. ടിഷ്യൂവിൽ അടിക്കാം. അതിന്റെ സ്മെല്ല് കറക്റ്റ് അറിയാൻ വേണ്ടിട്ട് ടിഷ്യൂവിൽ അടിച്ചു കൊടുക്കാം. ടിഷ്യൂ അച്ഛൻ പിടിച്ചോ. പണി ഇല്ല ചേ, ടിഷ്യൂ പിടിച്ചോ. മണക്ക്. ഇതെന്തരേ? തൊട്ടിക്കുഴിന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞ് മൂത്രം കുരുലി ഈ കന്നാലിയുടെ ഒക്കെ അതിന്റെ ഒരു വാട. അയ്യോ, ഇത് അന്യായമാണ്. ഇത് ആരടിക്കുന്ന പറഞ്ഞേ? അത്ര ഷെയ്ക്കുമാരെ കടിക്കും. അച്ഛനാണോ വിട്ടേന്ന് വളി? അച്ഛൻ ഇതിന്റെ പേര് എന്നാ? ഫാർട്ട് സ്പ്രേ എന്നാ. വളി സ്പ്രേ എന്നാണ് ഇതിന്റെ പേര്. ഓ, ഇത് അത് കറക്റ്റ്. ഇത് അടിച്ചിട്ടൊക്കെ കയറി നമ്മളെ ഓടി കേട്ടെ. ഇത് പിറത്തങ്ങണം വീണല്ലേ പോകുന്നിടത്തുനിന്ന് ഓടിക്കൊള്ളാൻ പറയും. ഓ സത്യോടെ വാടാനാ സ്മെല്ല്. ഇത് വളിക്കുപ്പിയ. ഇത് ആൾക്കാർ വളിവിട്ട് ഉണ്ടാക്കുന്നത് അതിനകത്ത് എടുത്തോണ്ട് പോയത്. എനിക്ക് വേണ്ട. ഇന്നാച്ചാ ഇത് വേറെ കാര്യമുണ്ട്. പെറത്തടിക്കാൻ മഹാഭാഗ്യായിട്ട് അമ്മക്ക് കയ്യിലടിച്ചു കൊടുത്ത. അമ്മ എന്തിനാന്നറിയാമോ? ഇല്ല തീർത്ഥം പേടിക്കുന്ന കണക്ക് ഇങ്ങനെ മേടിച്ച് അടിച്ചു കൊടുത്ത്. ഇത് വേണമെന്നറിയത് സംഭവം. ഇത് സ്മെല്ല് പോത്തില്ല കേട്ടോ. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കും. കാറിനകത്താണോ കയറി അടിച്ചാൽ തീർന്ന് വണ്ടി ഇന്നെ കളയുക. ഇതിവരെങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമല്ലേ ഇത്? ഇങ്ങനെ ഒരു വളി ദ്രാവകമൊന്നുമല്ലല്ലേ. അതാണ് ദ്രാവകമായിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ കുപ്പിയിലാക്കാന്ന് പറയാം. ഇത് വളി എന്ന് പറഞ്ഞാൽ ഗ്യാസ്. ശരി, ഇവർ ഈ വളി എങ്ങനെ ഇത് ദ്രാവക രൂപത്തിലാക്കിയെന്നാണ് ഇപ്പൊ എന്റെ സംശയം. ചിലപ്പോ ഈ വളിയുടെ നിറം വെള്ളയായിരിക്കുമല്ലേ ഇങ്ങനെ ദ്രാവകമാക്കിയ വെള്ളം. വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇല്ല, വളിയുടെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ്. വളിയുടെ വെള്ളയാ. നീ കണ്ടിട്ടുണ്ടോ വളി? ഇപ്പൊ കണ്ട് ഇങ്ങനെ അതിനകത്ത്. ഇനിയിപ്പോ നമുക്കൊരു പാലേച്ചുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ആരെങ്കിലും ഒക്കെ കാണും. മാമിയെ കൊണ്ടുവന്നു. നമുക്ക് മാമിക്കൊക്കെ കൊടുത്ത് മണപ്പിക്കാം. ഇന്ന് കളിയൊന്നും ഇല്ലടേ. ഷട്ടിലാ? ഇന്ന് ഫുട്ബോളില്ലേ? ഇന്ന് ഷട്ടില്. നിന്റെ മുട്ട എന്തിനാ? മുട്ട കിട്ടി വെച്ചേക്കണ ചർക്കണ. ഇതെന്തൊരു പറ്റി സൈലന്റ് ആയത്?
ഉമ്മച്ചി അടിച്ചാടാ. പോവാണോ? ചാറ്റയില്ലേ? ആ ചാറ്റ തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കില്ല. നമ്മള് പാല് വെച്ച് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് വന്ന കേട്ടോ. ഒത്തിരി അമ്മ ഇത് കണ്ടോ അമ്മ, ഇടിയപ്പം മിഷ്യൻ, നൂഡിൽസ് ഉണ്ടാക്കുന്ന ഇടിയപ്പമൊക്കെ ഞെക്കി അടിച്ചിഞ്ഞ് വരും. കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ചേരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു സാധനം എടുത്ത കേട്ടാ. അതെന്തിനായിരുന്നു നമ്മ? അത് അരി കുക്കറും റൈസ് കുക്കർ. ഇത്രയും മതി, ഇത്രയും ബ്യൂട്ടി മതി. ഇത് ഓക്കെയാ. ഇത് ആരും പറയത്തില്ല. ഇതെന്റെ മാമിന്റെ മോളാണ്, മാമിയുടെ മോള്, ഇത് മരുമോളി. അതെ അതെ. ഇതെന്തരായിരിക്കും ഇത്? കനമുള്ള ഐറ്റം റൈസ് കുക്കർ. ഹൈ മാമി, ഹൈ മാമി. ഈ കമ്മലൊക്കെ എന്റെ പൊന്നെ. ഈ ചേച്ചി ഇടണമായിരുന്നു ഈ കമ്മല്. കറക്റ്റ് ആയിരുന്നു. പിന്നെ എന്തിനുണ്ട് വിശേഷം? സുഖം? പല്ല് കാണിക്കില്ലേ? എന്നാ പിന്നെ വാടച്ച് വെക്ക്. വാടച്ച് വെച്ചിരിക്കാൻ പറ്റുമോ? എന്നെ എന്തിനാ തള്ളുന്ന കിടന്ന്? അങ്ങോട്ട് പോന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടറേ. നിങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഇല്ലേ കാണുന്ന? നിങ്ങളെന്തിനും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന? വല്ലാതെ എന്തെങ്കിലും പക്കി കയറി പോകുന്നത്. പിന്നെ മൊത്തം എന്നെ അടിച്ചു വെച്ചേക്ക. ഇല്ല, ഇത് സാധാ കളറാ. ഇവരെ തല കണ്ട? മാമി ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ തോനെ കിട്ടിയ മാമി? മാമി എനിക്ക് വീട് കാണിച്ചു. എന്തൊരു ഇങ്ങനെ മാമി നമുക്ക് വീട് കാണിച്ചു തരും കേട്ടാ. ആ ഇതൊരു റൂം. ആ ഗിഫ്റ്റ് ഒക്കെ വെച്ചേക്കുന്ന ഇവിടെ കേട്ടോ, ഈ റൂമിൽ. ഇത് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ. ആ കട്ടിലൊക്കെ പിടിച്ചു. ഈ കട്ടിലെ മാമി മേടിച്ച അണ്ണന്റെ മോള്. ഓരോ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഏത്? ഇതൊരു റൂമാണ് കേട്ടാ. പിന്നെ നടുക്ക് ഒരു കോമൺ ബാത്റൂം. ഇനി നെക്സ്റ്റ് ഇത് അടുത്ത റൂം. മാമി ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. കണ്ട AC ഒക്കെ കണ്ട? അവർക്ക് ഇതാ ഈ റൂം അവർക്ക് ഇഷ്ടം. അവര് അതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ തന്നെ AC വെച്ചത്. ഇന്നൊരു ദിവസം ഫുള്ളങ്ങ് AC ഒക്കെ ആകും. ഇത് ഹാളാണ് കേട്ടോ. ഹാള്. ഇത് അടുക്കള. ഒന്നാമത്തെ അടുക്കള. ഇനി വേറൊരു അടുക്കള കൂടെ ഉണ്ട്. ഇത് ചെറിയ അടുക്കള കേട്ടോ, വർക്ക് ഏരിയ. ഇത് ഇവിടുത്തെ ചിമാനിയാണെന്ന്. ചിമാനി മാമി. മാമിയുടെ ഓരോ ഫ്രാഷനെ. ഹായ്. ഇത് മാമിയുടെ ചേച്ചി, മൂത്ത ചേച്ചി. ഇനി ബാ, ഇത് തീർന്നില്ല. ഹോം ടൂർ തീർന്നില്ല. എന്തോന്ന് ഇങ്ങനെ? ഇനി അടുത്തത് ഇനി മണ്ടയില്. ഇനി മണ്ടേ പോവാണ് കേട്ടോ. ഹലോ, ഹായ്. എന്താ പേരെന്താ? മീനാക്ഷി. പിള്ളേരൊന്നും കണ്ടിട്ടില്ല കേട്ടോ, എപ്പോഴാണ് കാണുന്നത്. മാമി എത്ര പടിയുണ്ട് മൊത്തം? ഇനി കയറി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂം. ഇത് താഴത്തേനെക്കാട്ടിയും വലുതാണോ? അതെനിക്ക് തോന്നുന്നതാണ്. ഇവിടെ ഒരു റൂം കേട്ടോ, ഒരു മുറി, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഓക്കെ ഗൈസ്, അതോടെ നമ്മുടെ ഹോം ടൂർ തീർന്നല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് മാമിക്ക് ഞാനൊരു മാമി നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ കൊച്ചു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അതെ, മാമിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പെണ്ണിന് മാത്രം കൊടുത്താൽ പോരല്ലേ? അതാ ഗിഫ്റ്റ് അല്ല, മാമിക്ക് ഞാൻ തരും ഗിഫ്റ്റ്. ഒരിക്കലും പറക്കത്തില്ല ഇത്. അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആണ് ഇത്. അല്ല, ഇത് സൂപ്പറാ. മാമി ഇനി ബാ, അത് 2 ടിഷ്യൂ പേപ്പർ എടുക്കണം. മാമി ഇത് പിടിച്ചേ, ഇത് പിടി. ഓക്കെ, ഗിഫ്റ്റ് കഴിഞ്ഞിട്ടില്ല. മാമി എന്തോന്ന് മാമി? മാമി ഞാൻ പറഞ്ഞുതരാം.
മുഖം തുടങ്ങാൻ അല്ല, ഇതൊരു അത്ഭുത സ്പ്രേയാ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നല്ല വില കൂടിയ സാധനം, അതുകൊണ്ട് ഒരു അടിയേ തരത്തുള്ളൂ. ഓ നോക്കട്ടെ. ഉള്ളിയൊന്നുമല്ല, അതൊന്നുമല്ല, ഇതൊന്നുമല്ല. ഇത് നമ്മൾ അങ്ങനെ കൊടുക്കുമോ? വണ്ടി പോണം കേട്ടാ, വണ്ടിയൊക്കെ പോട്ട്, അല്ലെങ്കിൽ മാമി തല ഇറങ്ങിയാണ് വീണാലേ. മാമി ഓക്കെ, അമ്മ ഒന്ന് പിടിച്ചേ. അമ്മ മാമിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. എടുത്തോളം തന്നെങ്കിൽ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അടിക്കാം, എന്നിട്ട് മണത്ത് നോക്കിയായിരുന്നു. മണത്ത് നോക്ക്. ഇതെന്തൊരു നാട്യം. ഇത് കറക്റ്റ് വന്നില്ല പക്ഷെ ഇതിനകത്തുനിന്ന്. അല്ല ഇതെന്തിന്റെ ഇതെന്തിനാ എന്നെ ചതിച്ച് നശിപ്പിച്ചടാ, ഇത് വരണില്ല. അത് കുപ്പി അങ്ങോട്ട് അടപ്പ് തുറന്നു കഴിഞ്ഞു. ഇത് വായി നോക്കും. ഇച്ചിരി കൂടെ ഒഴിച്ചു, മാവി നല്ലവണ്ണം മണത്തില്ല. അത് ഇത് കഴിച്ചോറാ. ഇത് സ്പ്രേ ആണ്. സത്യം പറഞ്ഞ സത്യം പറഞ്ഞത് എന്തോ ഇത് വളി സ്പ്രേ മാമി. ഇത് അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാ. എടി ഇത് എഴുതിയിട്ടുണ്ട് വേണ്ടേ. ഇത് ആരെ വളി? ഇതാര് വളിയത്? കൊച്ചു വളി കിട്ടി. ചേച്ചി മണത്താ? ശേഖരിച്ചോ? വളി കിട്ടി. ഇതെന്റെതല്ല, ഇത് ഞാൻ ഓർഡർ ചെയ്താ. അയ്യോ എന്തൊരു പാടാ. നിങ്ങൾക്ക് മണം കിട്ടിയാ? കിട്ടിയല്ലേ? വേണ ഇത് വെച്ചോ, ഷാജിയാമന് കൊടുക്ക്, കൊണ്ടുപോയി. രാജാമനെ കൊല്ലാനാ ഭയങ്കര എന്തിനു ഈ വണ്ടി വെച്ചേക്കുന്നേ? ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോഴത്തേനെ കൊടുക്കും ഞാൻ. മാമിക്ക് കൊടുക്കാൻ ഈ മൂക്കിനങ്ങ് ഇടിച്ചു കയറി കേട്ടോ. പാവം കേട്ടാ. പോട്ടോ, ഇനി ഇതുപോലത്തെ ഉള്ള വെറൈറ്റി ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വരാം ഇനി. ഓക്കെ, നല്ല ഗിഫ്റ്റ് ആയിരുന്നു, ഒരിക്കലും മറക്കത്തില്ല എന്നെ. മറക്കരുത്. ആ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കൊച്ചു എല്ലാരും മണപ്പിച്ച്. പിന്നെ ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ലാ. എനിക്കൊന്നും വളിക്കൊന്നും ഇത്രയും മണമൊന്നും ഇല്ല. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് മേടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പാപ്പയും കൂടെ തരട്ടെ, ഇനി നിനക്കൂടെ ഉള്ളു. എന്തായാലും അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.